വെറും 16 റുപ്യക്ക് അൾട്ടോ ഉണ്ടാക്കാം അല്ലെ? വെറും 16 റുപ്യക്ക്. 16 റുപ്യക്ക് അൾട്ടോ. അതാണ് 16 റുപ്യക്ക് അൾട്ടോ. അതാ കളിക്കണം ഈ മുതല്. ബാക്കി ലോണാട്ടോ. 1.45 ചോദിച്ചിട്ടുണ്ട്. ഒരു 35 കജി കിട്ടിയ കൊടുക്കാം. 16 കുറച്ച് കൊടുക്കാം. 1.45 1.35 റുപ്യ കൊടുക്കാം. 1.25 ലോൺ കിട്ടും. ലോൺ കയറും. ഇതും 16 റുപ്യ തന്നെ. ഇത് നമ്മള് 3.10 ചോദിക്കുന്നുണ്ട്. ഒരു 3ന്റെ ചോട്ടക്ക് 2.90 കിട്ടി കൊടുക്കാം. 20,000 കുറച്ചാണ് 2,90,000 റുപ്യക്ക് നമുക്ക് വണ്ടികൾ കൊടുക്കാം. അത് ഓട്ടോമാറ്റിക് വണ്ടി. 100 റുപ്യക്ക് ചോദിക്കുന്നുണ്ട്. ഒരു 90 റുപ്യ കൊടുക്കാം. 10,000 കുറച്ചു. 10,000 കുറച്ചാൽ 90,000 റുപ്യക്ക് നമുക്ക് ഇന്ത്യ വിസ്റ്റ ക്വാർട്ടർ മൈലേജ് കൊടുക്കാം. ചോദിക്കണ 4.25. 4.25 0806 നമ്പർ തന്നെ. ചെറിയൊരു ഫാൻസി നമ്പർ. നെറ്റ് 4 റുപ്യ കൊടുക്കാം. 4.10 തന്നെ. 4.25. 4.25 ചോദിക്കുന്നുണ്ട്. 25,000 കുറച്ചാൽ 4 ലക്ഷം റുപ്യക്ക് 60 ലോൺ ഇട്ട് കൊടുക്കാം. 2 ലോൺ കയറും. 20,000 റുപ്യക്ക് പോലെ വെറും 20,000 റുപ്യക്ക് പോലെ വൈറ്റ് കളറാണ്. SLE ആണ്. 70 റുപ്യ കൊടുക്കാം. വെറും 20,000 റുപ്യക്ക് പെട്രോൾ ഒരു 65 റുപ്യ കൊടുക്കാം. നമുക്ക് 5,000 പിന്നെ കുറച്ചു. 65,000 റുപ്യക്ക് ബീറ്റും ഉണ്ടാകും. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം ഒരു 1-1.5 മാസത്തിന് ശേഷം വീണ്ടും മഞ്ചേരിയിലെ നറുകരുള്ള സൺറൈസ് യൂസർ കാത്തിന്റെ വീടെത്തിക്കുന്നുണ്ട്. കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഏകദേശം ഒരു 10-50 വണ്ടികളുണ്ട്. ഫുൾ വണ്ടികൾ കുറെ ഉണ്ട്. ബൊലേറോ നോക്കി നല്ല 3 ബൊലേറോകളുണ്ട്. വെറും 20,000 30,000 പേർക്ക് ബൊലേറോ നമുക്ക് ഇറക്കാൻ പറ്റും. അതേപോലെ സ്വിഫ്റ്റ് ഡിസൈറുകളുണ്ട് ഫുൾ ഓണില്. അതേപോലെ ക്ലറ്റകളുണ്ട്. അത് കുറെ വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ കോളുള്ളത് അബ്ദുറഹ്മാൻക്ക് നമ്മളെ മുജീബ് റഹ്മാൻക്ക് എപ്പോഴും മാറുന്നുണ്ട്. നമ്മളെ നോമ്പ് നമ്മളെ നോമ്പ് ഫസ്റ്റ് തുടങ്ങാണല്ലോ. അതാണ്. അപ്പൊ എല്ലാരും ദ്വാരക്കോണ്ടി. അതെ, എല്ലാരും നമ്മളങ്ങോട്ട് ദ്വാരക്കാം. ലൊക്കേഷൻ വരുന്നുണ്ട്. ലൊക്കേഷൻ നമ്മളെ മഞ്ചേരിന്ന് കോഴിക്കോട് റോഡ് കാലിക്കറ്റ് റോഡിന് കറക്റ്റ് ഒരു 3.25 കിലോമീറ്റർ ഉണ്ടാവും. ഇങ്ങോട്ട് പോന്നാ മതി. മഞ്ചേരിയിൽ 3.25 കിലോമീറ്റർ പോകുന്ന അമൃത സ്കൂൾ ഉണ്ട്. അമൃത സ്കൂളാ കാണുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ആ ഷോപ്പ് വരുന്നത് സൺറൈസ് ആണ് ഷോപ്പിന്റെ പേര് വരുന്നത്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ? ഗൂഗിളിൽ അടിച്ചാല് ഉണ്ടാവില്ല, പ്രയാസാണ്. അമൃത വിദ്യാലയം അടിച്ചാൽ കിട്ടും. അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിയേണ്ട ആവശ്യമുള്ളൂ. അല്ലെ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ടരും. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? ഇവിടെ വണ്ടികള് നമ്മള് 65 രൂപന്റെ വണ്ടി മുതൽച്ചുണ്ട്. സ്റ്റാർട്ടിംഗ് ഉണ്ട്. 65,000 മുതൽ വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ കുറെ വണ്ടികൾ ഫുൾ ഓൺ ആണല്ലോ. ഏകദേശം ഒക്കെ ഫുൾ ഓൺ. XV500 ഫുൾ ഓൺ കൊടുക്കാം. ക്ലിയർ ആണോ? ഫുൾ ഓൺ ഫുൾ ഓൺ കൊടുക്കും. എക്കോ സ്പോർട്ട് ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്, ടറാനോ ഉണ്ട്, സ്വിഫ്റ്റ് ഡിസൈറുകള്, ബൊലേറോകളൊക്കെ ഫുൾ ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ പൈസ നിങ്ങൾക്ക് മുടക്കുണ്ടാവും. ഒരു 30 റുപ്യ 40 റുപ്യ 50 റുപ്യ ഒക്കെ. അതാണ് ഈ ഫുൾ ഓൺ എന്ന് പറഞ്ഞ പരിപാടികൾ. അതെ, അല്ലെങ്കിൽ നല്ല 750 മേലുണ്ടോ കേറും. നിങ്ങൾ വന്നോളി. പ്രൊഫൈൽ ഒക്കെ ഉഷാറാണ്. വന്നോളി. മേജർ ആക്സിഡന്റ് ഫ്ലോട്ടും ഗ്യാരണ്ടി അല്ലേ? വെള്ളം കയറി വണ്ടിയില്ല, ഒഴിഞ്ഞ വണ്ടിയില്ലല്ലോ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. അതാണ്. അതേപോലെ നിങ്ങൾ വരുമ്പോ അറിന്റെ ഒരു മെക്കാനിക്കറെ കൊണ്ടോ അറിന്റെ ഒരാളെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കല്ലേ? അതാണ് നമ്മള് പറയുന്നത്. ഓക്കെ, 2 പാർട്ട് ചെയ്യാണ്ടാവും അല്ലെ? ഫസ്റ്റ് പാർട്ടിലേശം ഒരു 10, 15, 16 വണ്ടികളാണ്. സെക്കൻഡ് പാർട്ടിലേശം 17, 16 വണ്ടികളാണ്. 7 സീറ്റ് ഹോണ്ടന്റെ മൊബൈലിയൊക്കെ ഉണ്ട്. എല്ലാ മോഡലും. നാനോള് കുറെ ഉണ്ട്. ചെറിയ പൈസ കിട്ടും. മാക്സിമം ലോണിലാണ്. ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റത്തെ വണ്ടി നല്ല ഒരു ഓട്ടോമാറ്റിക് വണ്ടി വന്നാണ്. മാരുതിയുടെ I10 ഓട്ടോമാറ്റിക് ആണ്. നമ്മളെ കൂടുതൽ ഷബീബ് റഹ്മാൻക്ക് നമ്മുടെ വീഡിയോയിലേക്ക് മുജീബ് റഹ്മാൻക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ ഫസ്റ്റിലെ. ഓട്ടോമാറ്റിക് എങ്ങോട്ടില്ലേ? ഇത് 2016 മോഡല്. 16 മോഡൽ ഉണ്ട് അല്ലേ? 16 മോഡല്. VXA 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ. കമ്പനി സ്റ്റർ ഉണ്ടാവും. അപ്പൊ കമ്പനി സ്റ്റർ ഉണ്ട്. 2 ഡോറ് ചെറിയ തോതിൽ റീപ്ലേസ് ചെയ്തു. ചെറിയ ബമ്പർ നമ്പർ ഉണ്ട് അതിന്. നമ്പറിലേ കമ്പനിന്നേ അങ്ങനെ 2 വരിയിലൊക്കെ മാറ്റി. അത്ര 65,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ കറക്റ്റ് ആട്ടോ. കറക്റ്റ് ആയിട്ടാണ്. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിള്. വേറെ റീപ്ലേസ് ഒന്നും ഡോറല്ലാതെ വേറെ മേജറോ ഒന്നുമില്ല. എത്ര ചോദിക്കണം എന്നാല്? ഇത് നമ്മള് 3.10 ചോദിക്കുന്നുണ്ട്. ഒരു 3ന്റെ ചോട്ടക്ക് 2.90 കിട്ടി കൊടുക്കാം. 20,000 കുറച്ചാൽ 2,90,000 റുപ്യക്ക് നമുക്ക് വണ്ടികൾ കൊടുക്കും. ഓട്ടോമാറ്റിക് വണ്ടി. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം ആണ്. ഫുൾ ഓൺ കയറുമോ? ഏകദേശം ഫുള്ളും കയറും. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. ഫുൾ ഓണിൽ നമുക്ക് I10 ഓട്ടോമാറ്റിക് അത് 2.90 ഫുൾ ഓൺ റുപ്യ മുടക്കാതെ. അല്ലെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 260, 70 ഒക്കെ എന്തായാലും കിട്ടും. പിന്നെ പ്രൊഫൈൽ പറയാലോ അല്ലേ? ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ 16,
ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി ഒരു ചെറിയ കായിന്റെ അൾട്ടോ വൈറ്റ് കളർ എവിടെയില്ല എന്റെ 2011 10 മാസം വണ്ടി. 11 10 മാസമാണ്. 12 അടുത്തുകൾ എത്തും. AC പവർ സ്റ്റാറിങ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ഉഷാർ വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കിലോമീറ്റർ ഓടിക്കണെന്നാല് വെള്ളക്കുട്ടി ഒരു വെള്ളക്കുട്ടി അതാണ്. കിലോമീറ്റർ ഓടിക്കണ എത്ര? കിലോമീറ്റർ 139 ഓടിക്കണ്ട്. 39 പറഞ്ഞാൽ വലിയ 2011 അല്ല, വലിയ ഓട്ടം നല്ലല്ലേ? വാർഷിക ചക്കണ്ടോ? ഓണർഷിപ്പ് തേടാണ് നിലവിലുള്ളത്. റീപ്ലേസ് എന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര കൊടുക്കുന്നാല്? ഇത് നമ്മക്ക് ഒരു 1.35 കജ്ജ് കിട്ടിയാൽ കൊടുക്കാം. 1,35,000 റുപ്യക്ക് വെള്ളക്കുട്ടി അൾട്ടമ്മ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കുവോ? ഇതൊക്കെ ലോൺ ഇട്ട് ഇതിമ്മല് 1.25 ലക്ഷം റുപ്യ ലോൺ ഇട്ടും വെറും 16 റുപ്യക്ക് അൾട്ടോ ഉണ്ടാക്കാം അല്ലെ? വെറും 16 റുപ്യക്ക് അൾട്ടോ. അതാണ് 16 റുപ്യക്ക് അൾട്ടോ. അതാ കിടക്കണം ഈ മുതല്. ബാക്കി ലോണാട്ടോ. പിന്നെ എത്ര മൈലേജ് ഉണ്ട് ഇതിന്? ഇതിന് മൈലേജ് എന്തായാലും 18 കിട്ടൂലേ? കിട്ടുമല്ലേ? എല്ലാവർക്കും അറിയേണ്ട കേസാണല്ലോ. 18 എന്നാണ് എല്ലാരും പറയല്. നമ്മളും പറയാം 18 ആണല്ലോ അല്ലേ? അടുത്ത വണ്ടി ഒരു ചോപ്പ് കളറ് സെന്നസ്റ്റിലോ ഐറ്റിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഞങ്ങളില്ലേ? പിന്നെന്ന് പറഞ്ഞാല് കടും ചോപ്പ് അങ്ങനെ പറയാം. വാഗണറിൽ പോകുന്ന മാതിരി പോകാം. അടി ടോപ്പ് നല്ല ഹൈറ്റ് കൂടിയ വണ്ടി. അതെ. എത്ര മോഡലുണ്ട്? പിന്നെ ഇത് 2010 മോഡല്. 10 മോഡലാണ്. എല്ലാ വരുന്നില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇപ്പത്തെ കണ്ടീഷനിൽ ഇലക്ഷനൊക്കെ പറ്റിയ വണ്ടിയാ. ഇലക്ഷൻ കൊണ്ട് പോയാൽ മതിയല്ലേ? ചിത്രമൊക്കെ വരച്ച്. കിലോമീറ്റർ ഓടിക്കണ്ട്. ഇപ്പൊ ടീം വന്നോക്കെ ഇലക്ഷന് കുറച്ച് പൈസ കൂടി പോയി, ഓവറായില്ലേ? ഇത് കിലോമീറ്റർ 1ന്റെ കീഴ്പെട്ട് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ 2010 ഇപ്പൊ ഓണർഷിപ്പ് നോക്കിട്ട് ഒരു സിംഗിൾ ഒന്നും കിട്ടൂല. പണിയാണ്. അവിടെ ഓരോന്നൊക്കെ ഉണ്ടാവും. മുട്ട വിലയുണ്ടാവും. റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സീറ്റുകാരൊക്കെ അടിപൊളിയൊക്കെ ചെയ്തു. അവരൊക്കെ ചെയ്ത് ഉഷാറാക്കി വണ്ടി. എത്ര ചോദിക്കണ്ടേ? ഓണർഷിപ്പ് ഒന്നും ചെറു വണ്ടിക്ക് നോക്കിട്ട് കാര്യമില്ല. വണ്ടി നല്ലതാ നോക്കുക. പിന്നെ ഓരോ ഓണർ മാറുമ്പോഴും 15,000 10,000 ഇങ്ങനെ കേറിയ വണ്ടി ഓണർഷിപ്പ് ഇല്ല വണ്ടി നല്ല വണ്ടി. ഓണർഷിപ്പ് ഇല്ലാത്ത വണ്ടി എത്താ ഇപ്പൊ ഒരാളെന്നെ ഓടിച്ചോ കുറച്ച് കഞ്ചൂസാണെങ്കിൽ ₹1 കയറ്റൂല്ല. അല്ലാത്ത പൈസ കയറ്റി ചെയ്യാറില്ലേ? എത്ര ചോദിക്കണല്ലേ? ഇത് നമ്മളെ 1.45 ചോദിച്ചിട്ടുണ്ട്. ഒരു 35 കജ് കിട്ടിയ കൊടുക്കാം. 10,000 കുറച്ച് കൊടുക്കാം. 1.45 1.35,000 കൊടുക്കാം. 1.25 ലോൺ കിട്ടും. ലോൺ കയറും. ഇത് 16,000 റുപ്യക്ക് വന്നാല് വണ്ടികൾ ഇഷ്ടം പോലെ കൊണ്ടുപോകാനല്ലേ? വെറും 16 റുപ്യക്ക് സെന്നസില, 16 റുപ്യക്ക് അൾട്ടോകള് എല്ലാം കൊടുക്കാൻ. എത്ര മൈലേജ് കിട്ടും പെട്രോളിന്? ഇത് 18. ഇത് കെ സീരീസ് എന്തായാലും മൈലേജ് കിട്ടും. ഇത് വേഗണം എന്നൊക്കെ വരുന്ന ഇഞ്ചിനാണ്. അതേ ഇഞ്ചിൻ തന്നെയാണ്. സെയിം ആണ്. അതേപോലെ ഐറ്റിൽ നിന്ന് ഓടിക്കും ചെയ്യാം. വെറും 16 റുപ്യ കൊണ്ടുപോകാം. 15,000 റുപ്യ. ബാക്കി അടവാണ്. റമദാൻ ഒന്നാണ് പരിപാടിയല്ല. അടുത്ത വണ്ടി സാധാരണക്കാര വണ്ടി നാനോ. അതും ഫാൻസി നമ്പർ 129 നമ്പർ. 3 അക്ക നമ്പർ എങ്ങോട്ടില്ലേ? ഇത് 2014 വണ്ടി. 14 ഡിക്കി ഓപ്പൺ അല്ലല്ലോ? ഡിക്കി ഓപ്പൺ അല്ല. ടിസ്റ്റ് അല്ല. ഇത് മറ്റേ AC പവർ സ്റ്റാറിംഗ് വരുമോ? AC പവർ വിൻഡോ. AC 2 ഡോർ പവർ സ്റ്റിയറിംഗിന്റെ ആവശ്യം സ്റ്റിയറിംഗ് ഇങ്ങനെ ഉത്തരത്ത് ഇങ്ങനെ വളച്ചാല് സംഭവം ക്ലിയർ ആയില്ല. ഇതിന് പവർ സ്റ്റിയറിംഗിന്റെ ആവശ്യമില്ല. AC 2 ഡോർ വിൻഡോ തന്നെ ഉണ്ട്. 4 ടയറ് അലവിയില്. 4 ടയറുണ്ട്. അലവിയിലും ഉണ്ടല്ലോ. ഇതിന് അലവിയില് പറഞ്ഞാലോ 1.5 ഡാമങ്ങട്ട് അലവിയിൽ ഇട്ടുകണോ? എല്ലാം ഉഷാറൊക്കെ ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ ഓടിക്കണ്ടേ? ബോഡി സ്റ്റിക്കർ ഉണ്ട്. അതെ, സ്റ്റിക്കർ ചെയ്തോണ്ട്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ. ഓട്ടോ സിംഗിൾ ഓണർ അല്ലേ? ഒന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് അതുകൊണ്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. 65,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടാണ്. റീപ്ലേസ് 62,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. തുരുമ്പും കരിമ്പൊരു പരിപാടിയില്ല. എത്ര വണ്ടി ചോദിക്കണ്ടേ? ഇത് നമ്മള് 90 റുപ്യ ചോദിക്കണ്ടേ. 14 മോഡലാണ്. 90 റുപ്യ ചോദിക്കണ്ടേ. അത് കുറച്ചിട്ട് കൊടുക്കും. ഒരു നമുക്കൊരു 80 റുപ്യക്ക് കൊടുക്കാം.
80,000 ഫൈനൽ ആയിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് 10,000, എല്ലാത്തിനും 10,000 കുറവ്. 80 റുപ്യക്ക് തരാം. കുറവല്ലേ? നോണൊന്നും പറയല്ല, ദിമത്ത് കിട്ടിയിട്ടൊന്നല്ല. റമദാൻ ഒന്നാണ്, അപ്പൊ എല്ലാം വില കുറച്ച് കൊടുക്കാണ്. ലോണ് കുറവില്ലല്ലോ? ലോണ് ശ്രീരാമ കയറ്റി കൊടുക്കും. ഒരു 50 പരിചയക്കാരുണ്ടെങ്കിൽ കയറ്റി കൊടുക്കുക, അങ്ങനെ പറ്റുള്ളൂ. 50 റുപ്യക്ക് 50 റുപ്യ ഉണ്ടെങ്കിൽ 50 റുപ്യ ശ്രീരാമ് ഓയിലേക്ക് പരിചയല്ലോലും ആണ്. ഞമ്മളെ പറഞ്ഞാൽ നാനോക്ക് കയറ്റി കൊടുക്കൂല. നിങ്ങളെ പരിചയക്കാരുണ്ടെങ്കിൽ കൊടുന്നോള് ലോണ് കയറ്റി. നാനോക്ക് ഇഞ്ഞോല് ഏത് ഓട്ടോമാറ്റിക് നാനോ അതിൽ കയറ്റി കൊടുക്കൂല. ഇല്ലല്ലേ? നാനോ അങ്ങനെയാണ്. മൈലേജ് കിട്ടുന്നാല് 24 കിട്ടൂല? മൈലേജ് 24, 23 തയ്ച്ചും കിട്ടും പറയുന്നുണ്ട്. എന്തായാലും കിട്ടും. കിട്ടും. അടുത്ത വണ്ടി വൈറ്റ് കളറ് ബൊലേറോ അലവിലൊക്കെ ചെയ്ത് നല്ല അടിപൊളി ലുക്കാക്കിയ വണ്ടി. എങ്ങനെ ഇല്ലേ? 2011 മോഡല്. 11 മോഡല് SLX ആണ്. SLE ആണ്. പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് അത് മാത്രമേ വരുള്ളൂ. വിൻഡോ കാര്യങ്ങളൊന്നും വരൂല. പുതിയ മോഡൽ ഇഞ്ചം M2DI ആണ് ഇഞ്ചൻ വരുന്നില്ല. ഒരു 17-18 കിലോമീറ്റർ മൈലേജ് കിട്ടേണ്ടിയാണ്. കിട്ടണം. ഇഞ്ചിനുള്ള പ്രത്യേകത അതാണ്. മൈലേജ് ആണ് മെയിൻ ആയിട്ട്. മൈലേജ് സീറ്ററൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്ത വണ്ടിയില്ലേ? 7 സീറ്റ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഒരു 10-15 റുപ്യന്റെ അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്തു. എത്ര മോഡലാണ്? 2011 മോഡല്. സെക്കൻഡ് ഓണർ വണ്ടി. സർവീസ് ബുക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇല്ല വണ്ടി. സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ സംഭവം ഉള്ള വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സെക്കൻഡ് ചാവി ഉണ്ടോ നോക്കണം. സർവീസ് ബുക്ക് ഉണ്ട്. എന്തായാലും ഉണ്ട്. നിർബന്ധമാണ്. ഉണ്ടല്ലേ? ഓക്കെ. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ 1ന്റെ അടുത്തായിട്ട് ഓടിയുള്ളൂ. 80 സംതിങ്. അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കിലോമീറ്റർ വണ്ടി. എത്ര നല്ല ഈ മുതലിന് ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്നത് 310 ആണ്. 290 നമ്മളെ കൈ കിട്ടി നമുക്ക് കൊടുക്കാം. 3,10,000 വെച്ചാൽ 2,90,000 റുപ്യക്ക് വണ്ടി തരും. കജ്ജിലും കിട്ടിയാലേ 260 ലോൺ ഇട്ട് കൊടുക്കാം. 2 ലോൺ കയറും. 20,000 റുപ്യക്ക് പോലെ വെറും 20,000 റുപ്യക്ക് പോലെ. വൈറ്റ് കളറാണ്. SLE ആണ്. ഏസിന്റെ പവർ സ്റ്റാറിംഗും ഉണ്ട്. 2 റുപ്യ എന്തായാലും ലോൺ കയറും. ചോദിച്ചത് നിങ്ങളെ പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്തെടുക്കാം. വേറെ 20,000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ബൊലേറോ കൊണ്ടുപോകാം. അത് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഫുള്ള് പക്ക വണ്ടി. 80,000 കിലോമീറ്റർ വണ്ടി. 45,000 റുപ്യാണ് ഇങ്ങനത്തെ പുതിയ അലവിലിന് വില. ഏതിന് നമുക്ക് അറിയില്ല. പുതിയതിന്റെ വില നമ്മൾ പറയും. 45 റുപ്യ. 5 അലവിലുണ്ട് കേട്ടോ. 5 അടക്കം. സ്റ്റെപ്പിന് അലവില. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. 15 പറഞ്ഞല്ലേ? എന്തായാലും കിട്ടുമല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഒരു സാധാരണക്കാരൻ നാനാണ്. അത് ഓട്ടോമാറ്റിക്കലല്ലേ? ബ്ലൂ കളർ കണ്ടില്ലേ? നല്ല വണ്ടി. ചൊർക്കുള്ള വണ്ടി. വണ്ടി. ഇത് 2017 മോഡല്. അപ്പൊ ഡിക്കി ഓപ്പൺ ആണ്. ഡിക്കി ഓപ്പൺ ആണ്. നമ്മളെ ടീച്ചർമാര് അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇങ്ങനെ നമ്മളെ ബൈക്കിന്റെ ഒരു സ്കൂട്ടിന്റെ ഉപയോഗം നടക്കും ഓട്ടോമാറ്റിക് ആകുമ്പോ. ഇപ്പൊ ഈ ഓട്ടോമാറ്റിക് ഒക്കെ നമ്മളിപ്പോ കൂടുതലായിട്ട് ടീച്ചർമാർക്കൊക്കെയാണ് നമ്മൾ വിറ്റിക്കണത്. ലേഡീസ് ആണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ലേഡീസ്. കിലോമീറ്റർ ഓടിക്കണത്? കിലോമീറ്റർ ഇത് എന്തോ 60 ചില്ലാൻ അങ്ങനെ എന്തോ ആണ് ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? രണ്ടാമത്തെ ഓണം. നിലവിലുള്ളല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മൾ ചോദിക്കണത് 2.25 ആണ്. 2,25,000 ചോദിക്കണ്ടേ? എന്തായാലും കുറച്ച് കൊടുക്കും. ഒരു 2.15 ഇട്ടേ കൊടുക്കാം. 25 10,000 കുറച്ച് 2.15 വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് ഞാനും തരാം. സീറ്റാറൊക്കെ അടിപൊളിയാണ്. എല്ലാം ഉഷാറാണ്. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലോൺ കയറില്ലല്ലോ? ലോണ് ശ്രീരാമതി കയറ്റുള്ളൂ. നോക്കാം നമുക്ക്. അന്വേഷിച്ച് നോക്കാം. ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് എന്തായാലും 10-20 മേലക്ക് കിട്ടേണ്ടതാണ്. എന്തായാലും മൈലേജ് കിട്ടും. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം. മൈലേജിന്റെ പുലിയാണല്ലേ? അതാണ് ഈ ഓട്ടോമാറ്റിക് എല്ലാരും എടുക്കാൻ കാരണം. ഈ നാനോന്റെ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ മൈലേജാണ്. നല്ല മൈലേജാണ്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ പോണത്. അടുത്ത വണ്ടി ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റ കോട്ടറാജറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓട് ബാക്ക് വൈഫറൊക്കെ വരും. എത്ര മോഡൽ വരുന്നുണ്ട്? ഇത് 2008 മോഡല്. പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ 2028 വരെ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാം ഉണ്ട്. കിലോമീറ്റർ 1,950 ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് 3-4 നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ ഇതിന്? റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലാതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ അല്ലേ? ബോണറ്റ് ചെറിയ റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണറ്റ് പറയണോ? വേറെ മേജർ കുറ്റൊന്നുമില്ല. സീറ്റാറൊക്കെ ഉഷാറാണല്ലോ? 2008 റീപ്ലേസ് ഒക്കെ. വണ്ടി ചൊർക്കുണ്ടോ കൊണ്ടുപോവാ? വണ്ടി ഓൾറെഡി രസമല്ലേ കാണാം? രസമുണ്ട്. ഇഞ്ചിന് വെക്കാനൊക്കെ ഉഷാറാണല്ലോ? ഉഷാറാണ്. ഇഞ്ചൻ ടോപ്പാ. ടയർ കുറച്ച് കമ്മി ഉണ്ടല്ലോ ഫ്രണ്ടില്. വേറെ പണികളൊന്നും ഇല്ല? വേറെ ഒന്നുമില്ല. പണിയൊന്നുമില്ല. എത്ര ചോദിക്കണ്ടല്ലേ? ഇത് നമ്മളൊരു
100 ചോദിക്കുന്നുണ്ട്. ഒരു 90 കൊടുക്കാം. 10,000 കുറച്ചു. 10,000 കുറച്ചാൽ 96 നമുക്ക് ഇന്ത്യ വിസ്റ്റ ക്വാർട്ടർ മൈലേജ് കൊടുക്കാം. 20 കിലോമീറ്റർ മൈലേജ് സ്വിഫ്റ്റിന്റെ ഇഞ്ചൻ എന്റെ വണ്ടി എന്തായാലും മൈലേജ് ഉണ്ടാവും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ പണികളൊന്നും വണ്ടി 28 വരെ പേപ്പറും ഉണ്ടല്ലോ അല്ലെ? ഇൻഷുറൻസും ഉണ്ട് 12 മാസം വരെ. അതുണ്ട്. ഒരു കൊല്ലം എന്തായാലും ഇൻഷുറും ഉണ്ട്. എല്ലാം ഉണ്ട്. എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. മൈലേജും ഉണ്ട്. ഇത് ലോൺ സുഖമാണല്ലോ അല്ലെ? മൈലേജ് ഉണ്ടോ? അല്ല മൈലേജ് അല്ല ലോണ് കയറും. ലോണ് വെച്ചാൽ നമുക്ക് എത്ര കയറും? ഒരു 10,000 ലോൺ കയറും. മാക്സിമം കയറും. 30,000 ഇന്ത്യക്ക് വിസ്റ്റൊക്കെ കൊണ്ടാകും ക്വാർട്ടർ ജെറ്റ്. ബാക്കി ലോണാണല്ലോ അല്ലെ? 60,000 കയറും. നമ്മളെ ശ്രീരാമിലെ കയറുള്ളൂ കേട്ടോ. ശ്രീരാമാണ് നമ്മൾ ഒന്നും ചോദിച്ചരുത്. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ സ്പാർക്ക്. ഞാനില്ല എന്റെ ഇത് 2007 മോഡൽ 8 റേസർ. 7 മോഡൽ 8 രജിസ്ട്രേഷനിലാണ്. പേപ്പർ എത്ര വേണ്ടപ്പോ? പേപ്പർ 28 വരെ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ. കിലോമീറ്റർ കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടിക്കണ്ട്. തട്ടേമുട്ട് റിപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ അല്ലെ? വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലോ അല്ലെ? വൃത്തിയിലുണ്ട്. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ? ഓണർഷിപ്പ് തേർഡാണ് നിലവിലുള്ളത്. എത്ര ചോദിക്കണെന്നാല്? ഇത് 70 കൊടുക്കാം. പെട്രോൾ ഒരു 65 കൊടുക്കാം നമുക്ക്. 5,000 പിന്നെ കുറച്ചു. 65,000 ബീറ്റും ഉണ്ടാകും. അല്ല സ്പാർക്ക് ഉണ്ട്. നോമ്പായോണ്ടല്ലേ? അതാണ് അറിയാനൊക്കെ ഒരു നോമ്പായിട്ടാണ്. നോമ്പ് സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മള് പറഞ്ഞിട്ടില്ലേ? എന്നാലും കുഴപ്പമില്ല. വൃത്തിയുള്ള വണ്ടിന് 65,000 ഒരു മാരുതിന്റെ വില. മാർജിന്റെ വില കൊടുക്കും. പെട്രോൾ ആണ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതിന് മാരുതിന്റെ വില എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ വിൻഡ് വരുന്നുണ്ട്. പക്ഷെ മാരുതിക്ക് വരൂല. പവർ സ്റ്റിയറിംഗ് വരില്ല, വിൻഡ് വരൂല. മാരുതിക്ക് AC ഉണ്ടോ? ബാക്കിയൊന്നും വരൂല അല്ലേ? മൈലേജ് എത്ര പെട്രോളിന്? പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. നല്ല വണ്ടില്ലേ? പഠിക്കുന്നവർക്കും പറ്റും. എല്ലാവർക്കും പെട്രോളിന് മൈലേജും ഉണ്ട്. ഒരു 16-17 കിട്ടും. മൈലേജും കിട്ടും. ഇത് വണ്ടി വാഗണർ കേട്ടോ. ഞാനില്ല എന്റെ ഇത് 2009 മോഡല്. 9 മോഡല് വാഗണർ ആണ്. LXi വരുന്നുണ്ട്. LXi അല്ല, VXi ആണ്. ഫുള്ളോട് വണ്ടി തന്നെയാണ്. അപ്പൊ ഇത് ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ എടുക്കണം. ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ വരും. ഡിസംബറിൽ പേപ്പർ വരും. എന്തായാലും ഡിസംബർ നവംബറോ എന്തോ ആ ലെവലിലാണ്. കിലോമീറ്റർ 1 മേലെ ഓടിയേക്കും. കിലോമീറ്റർ ചോദിച്ചോണ്ടല്ലോ 9 ആയോണ്ടല്ലേ? ഓണർഷിപ്പിന് മേലെ ഓടിയേക്കും. ഓണർഷിപ്പ് സെക്കൻഡ് എടുക്കാറ്. റീപ്ലേസ് ഉണ്ടെന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ലല്ലേ? ഒന്നുമില്ല. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ഉഷാറുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമ്മള് ചോദിക്കണത് 1.25 ചോദിക്കുന്നുണ്ട്. ഒരു 15 കിട്ടി കൊടുക്കുന്നു. 1.25 ചോദിച്ചാണ്ട് 1,15,000 10,000 കുറച്ചാണ് വണ്ടി തരും. എന്തായാലും കുറച്ച് പറയാല്ലേ? ഇങ്ങനെ കുറച്ച് കൊടുത്ത് കാര്യമില്ലല്ലേ? ഇങ്ങനെ കുറച്ച് കൊടുത്ത് നമ്മൾ പെരി പോയി കുത്തക്കേണ്ടി വരും. നോമ്പായോണ്ട് പിന്നെ 10,000 കുറച്ചാണ് തരാനുള്ളല്ലേ? ഇനിയിപ്പോ വന്നോളി. ഇനിയിപ്പോ നമ്മളെ വകായിട്ട് എന്തെങ്കിലുമൊക്കെ തരാം. അത് വേറെ തരാം. ഒന്നുമില്ല. അതാണ്. പിന്നെ അതിന് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ? മൈലേജ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് 16 എന്തായാലും മൈലേജ് ഒന്നും ചെയ്ത് ധൈര്യം ലോണ് ശ്രീരാമ കയറ്റി കൊടുക്കുക. പിന്നെ 8 മുതൽച്ചാണ് ഒരു ലോൺ കൊടുക്കുക. എല്ലാം കൂടെ. അപ്പൊ ഇതിപ്പോ എന്തായാലും ഒരു 10-60 കയറൂലേ? 60 എന്തായാലും കയറും. 10-50 വണ്ടി ഒക്കെ ചെയ്യാറല്ലേ? പിന്നെ ഉറുപ്പ്യന്റെ ചോട്ടിക്ക് ലോൺ എടുക്കണവർക്ക് കൂടുതൽ ഇതൊന്നും കൊടുക്കണ്ട. ഇത് പലിശ കൊടുക്കണ്ട. പലിശ അല്ല കൂടുതൽ ഈ മറ്റേ നികുതി ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അങ്ങനെ മെച്ചങ്ങളുണ്ടല്ലോ അല്ലെ? 2-3 പ്രൂഫ് കൊടുത്താൽ മതി. മാത്രം മതിയല്ലേ? അടുത്ത വണ്ടി മാരുതിയുടെ A-Star ആണ്. ഇയാളില്ല എന്റെ ഇത് 2010 മോഡല്. 10 മോഡൽ A-Star ആണ്. ഓപ്ഷൻ ഏതാ? പിസ്തപ്പച്ച കളർ വരുന്നുണ്ട്. LXi ഇത് VXi. ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിസ്തപ്പച്ച വെറൈറ്റി കളറാണല്ലോ അല്ലേ? നല്ല കളറാ. അതാണ് ഇഷ്ടപ്പെട്ട കളറാ. കിലോമീറ്റർ കാര്യങ്ങള്? ഇത് കിലോമീറ്റർ 1.35 ഓടിയുണ്ട്. ഓണർഷിപ്പിനാകും? ഓണർഷിപ്പ് 3-4. ഓണർഷിപ്പ് 10 ചോദിച്ചിരുന്നു നിങ്ങൾ. സിംഗിൾ ഓണർ ആണെങ്കിൽ ഞാൻ പറയില്ല. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. വണ്ടി ഓട്ടിയൊക്കെ ഇഷ്ടപ്പെടാ കൊണ്ടുപോകാ. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? എത്ര വണ്ടി കൊണ്ട് ചോദിക്കണെന്നാല്? ഇത് നമ്മള് ചോദിക്കണത് വണ്ടിക്ക് ചോദിക്കണം 1.45. എന്തായാലും കുറച്ച് കൊടുക്കും. ഒരു 35 കൊടുക്കാം. 10,000 കുറച്ച് 1.30 വണ്ടികൾ കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് ഇരുന്നാല്? 18 സീരീസ് ഇഞ്ചിനാണല്ലോ. വേഗണറിലൊക്കെ വരുന്ന ഇഞ്ചിനാ വരുന്നത്. അതേ ഇഞ്ചിനാണ്. അപ്പൊ എന്തായാലും 18 ലെവലിൽ മൈലേജ് കിട്ടും. ലോൺ കയറില്ല. ശ്രീരാമേറ്റി കൊടുക്കും. മാക്സിമം കയറ്റി കൊടുക്കും. മാക്സിമം കൊടുക്കും.
ഓക്കെ. നമ്മളെ അഭിപ്രായത്തിൽ ഒരു 1.10 1 രൂപ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? എന്തായാലും ഒരു 10 റുപ്യ 20 റുപ്യന്റെ വണ്ടി ഇറക്കാം. അതാ മെയിനായിട്ട് പറഞ്ഞത്. ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ 10 20 റുപ്യക്ക് ഇറക്കാം. കാറും കൊണ്ട് പോകാല്ലേ? അത് കൊണ്ടുപോകാം. അതാണ്. വേറെ പണികളൊന്നും ചെയ്യാൻ ഫുൾ ക്ലിയർ വണ്ടി. നല്ല ക്ലിയർ. ഓക്കെ. ഒരു പണിയില്ല. അടുത്ത വണ്ടി വീണ്ടും എസ്റ്റാർ ആണ്, വൈറ്റ് കളർ. എങ്ങനെയില്ലേ? ഇത് 2010. 10 തന്നെയാണ് ഇത്. VX തന്നെയാണ്. VX തന്നെയാണ്. കിലോമീറ്റർ ഇത് 1ന്റെ ചോട്ടിൽ ഓടിയിട്ടുള്ളൂ. 1ന്റെ കീപ്പോട്ട് ഓടിയിട്ടുള്ളൂ. MBന്റെ അടുത്തായിട്ട് ഓടിയിട്ടുള്ളൂ അല്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ് നിലവിലുള്ളല്ലേ? എന്നിട്ട് പിന്നെ കറക്റ്റ് ആണ് പറഞ്ഞു കൊടുക്കുക. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ 1.40 കൈ കിട്ടിയാൽ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് കയ്യ് കിട്ടിയാൽ കൊടുക്കാം. 1ന് കീപ്പട്ട് ഓട്ടമുള്ളത് 2010 മോഡൽ സ്റ്റാറിലെ പെട്രോൾ എത്ര മൈലേജ്? നല്ല വണ്ടി 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ? വേറെ പണികളൊന്നും ഇല്ല. വേറൊരു ഓടുക, എണ്ണടിച്ച ഓടുക. ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്ത് ഒന്ന് എടുത്തോളില്ലേ? അടുത്ത വണ്ടി ഒരു എക്കോ സ്പോർട്ട് കേട്ടോ. നല്ല അടിപൊളി കളറല്ലേ? XUV. എങ്ങനെയില്ലേ എന്റെ? ഇത് 2013 മോഡൽ. 13 മോഡല്. ഇതൊരു ഓപ്ഷൻ ഉണ്ട്. 1.45 ഓട്ടോ. ഓപ്ഷന് മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിലാണ് വരുന്നത് അല്ലേ? ഓക്കെ. 1,40,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ളത്. വേറെ റീപ്ലേസ് തട്ട് മുട്ട അങ്ങനത്തെ പരിപാടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൂടെ ഉഷാർ വണ്ടി. വൃത്തിയുണ്ട് വണ്ടി. വൃത്തിയില്ല ഉഷാറുള്ള വണ്ടിയാണ്. കമ്പനി സ്ഥലമുണ്ട്. ഉള്ള വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? കേൽപ്പത്തിലെ വണ്ടി കേട്ടോ. കേൽപ്പത്ത് മലപ്പുറം വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 4.4. 4.4 0806 നമ്പർ തന്നെ. ചെറിയൊരു ഫാൻസി നമ്പർ. നെറ്റ് 4 രൂപ കൊടുക്കാം. 4.10 തന്നെ. 4.4 4.4 ചോദിക്കുന്നുണ്ട്. 25,000 കുറച്ചാൽ 4 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക. 25,000 കുറച്ചാണ് തരാട്ടെ. XUV തരാണല്ലേ? ഇന്ന് ചെറിയ കളിയൊക്കെ കുറവാ. അതെ, നോമ്പായിട്ടാണ് അത്. വില കുറച്ച് വണ്ടി കൊടുക്കുക. നല്ല ചൂടും നല്ല വെയിലും. കുഴപ്പമൊന്നുമില്ല. നമ്മള് വിചാരിച്ച ക്ഷീണമൊന്നുമില്ല. 4 ലക്ഷം രൂപയ്ക്ക് 25,000 കുറച്ചാൽ വണ്ടി കേൾക്കാൻ തരൂല്ലേ? ഫുള്ള് പക്ക വണ്ടി. ഇത് ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഇത് ഡീസൽ ആകുമ്പോ എന്തായാലും 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കൊടുക്കാം. മൈലേജിന്റെ രാജാവാണല്ലോ. 22-23 കിട്ടും. ഫുള്ള് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അതാണ്. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ കറ്റട. നല്ല അടിപൊളി വണ്ടി അല്ലേ? ബ്ലാക്ക് കളർ. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതില്ലേ എന്റെ? ഇത് 2015 മോഡൽ. ഓപ്ഷൻ ഓട്ടോ 1 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് ഓട്ടാ? ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണത്. കറക്റ്റ് ഓട്ടോ. സർവീസ് ഒക്കെ ഫുള്ളാ. കമ്പനി സ്ഥിരമൊക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? ഫുൾ ഓട് വണ്ടി ഉള്ളത്. വണ്ടി. കിലോമീറ്റർ കാര്യങ്ങൾ 1 ലക്ഷം അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് കുറച്ച് അയക്കുന്നത് 4-5 ഒക്കെ ആയിക്കോണോ. റീപ്ലേസ് പാർട്ടി വണ്ടിയാണ്. നമ്മളതല്ല. പാർക്കാൻ സെയിലാണ്. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓടിക്കാനൊക്കെ പക്കയാണ്. പക്ക വണ്ടി. ഡീസലിലായിരുന്നു. ഡീസൽ. എത്ര വണ്ടിക്ക് ചോദിക്കണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8.4 എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. 8 ലക്ഷം രൂപ കൊടുക്കട്ടെ. ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. 5ാമത്തെ ഓണറാണ് ഇത്. പക്ഷെ ലോൺ ഇത് ഫുള്ളാ കയറുക? ഫുള്ളോണൊന്നും കേറില്ല. ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 8.4 വെച്ചാൽ 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കുവോ കസ്റ്റമേഴ്സിന്? 8 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 25,000 കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ പറഞ്ഞോണ്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞോണ്ട് 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി തരുന്നത് 25,000 കുറച്ചു. വണ്ടിയാണ്. ബ്ലാക്ക് എഡീഷൻ വണ്ടിയാണല്ലോ അല്ലേ? അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഫുള്ളോട് വണ്ടി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിന് 20 മേലെ കിട്ടും. എന്തായാലും കിട്ടും. ധൈര്യം പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി പറഞ്ഞാല് XUV. മഹീന്ദ്രന്റെ XUV 500 ആണല്ലേ? 500. ഏതില്ലേ എന്റെ? ഇത് 2014 മോഡല് 15 റൈസർ. 15 റൈസറേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.90 കറക്റ്റ് ഓട്ടം. കറക്റ്റ് കമ്പനി ഇസ്റ്ററുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. നിലവിലുള്ള റീപ്ലേസ് എന്നാല് റീപ്ലേസ് കാര്യമൊന്നുമില്ല. തൊട്ട് മുട്ട അങ്ങനത്തെ നാഞ്ഞാളില്ല. ധൈര്യമായിട്ട് പറഞ്ഞു നല്ല വണ്ടി. ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഏതാ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എത്ര ചോദിക്കണം? 14 വണ്ടിക്ക് ഏത് ഷോറൂമിൽ പോയാലും 6.25 ചോദിക്കും. ഇത് 14-15 രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ 5.25 കൊടുക്കും. 6.25 ചോദിക്കുന്നത് നമ്മൾ 5.25 കൊടുക്കാണ്. 6.25 ഞാൻ ചോദിച്ചു. 6.25 ചോദിച്ചിട്ടില്ല. ഷോറൂമിൽ പോയാലും 6.25 ചോദിച്ചിട്ട് വിൽക്കുന്ന വണ്ടിയാണ്. അത്
അതാണ് നമ്മൾ 5.25 കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 5.25 നമ്മൾ ചോദിച്ചിട്ട് ഒരു 5.65 കൊടുക്കാം. പിന്നെ കുറച്ച് കൊടുക്കാണ്. ഡീസൽ എത്ര മൈലേജ് ഇരുന്നാല്? ഇത് ഡീസല് ഒരു 15-14 കിട്ടൂലേ? എന്തായാലും മൈലേജ് കിട്ടും. നല്ല അടിപൊളി എക്സ്യൂവി ആണ്. 7 സീറ്റ് വണ്ടിയാണ് അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. അതെ, യാത്രക്കല്ല സുഖമുള്ള വണ്ടിയാണ്. നല്ല ഉയരത്തിലിരുന്ന് ആന പോലെ പോകാം. ആനപ്പുറത്ത് പോകേണ്ട മാതിരി പോകാം. അതെ, അമർന്ന് ഇങ്ങനെ പോകും. അതാണ് മെയിൻ ആയിട്ടില്ലേ? ഫുള്ള് പക്ക വണ്ടി. പിന്നെ ഇതില് ടയറ് നമ്മളെ കുറച്ച് വലിപ്പം കൂടിയ ടയർ ഇട്ടിരിക്കുന്നത്. അതെ അതെ, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടി നിസാന്റെ ടെറാനാണ്. വൈറ്റ് കളർ. വൈറ്റ് കളർ സെക്കൻഡ് ഓണർ വണ്ടി. മോഡൽ എത്രയുണ്ട്? 2014 മോഡൽ. 14 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എക്സൽ ആണ്. ഓപ്ഷൻ എക്സൽ ആണ് വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങൾ എക്സലിന് അലവിലൊന്നും ഉണ്ടാവില്ല. ഇതിന് അലവിലൊക്കെ ഉള്ളതാണല്ലേ? ഒക്കെ വരുള്ളൂ. ഓ ഉണ്ടായോണ്ട് അലവിലുണ്ട്. കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കണം. റീപ്ലേസ് എന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും തട്ടുമുട്ട ഒരു പരിപാടിയില്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാം. ഒരു പരിപാടിയില്ല. എത്ര നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് ചോദിക്കണത് നമ്മള് ചോദിക്കണം 5 ഉറുപ്പിക. 5 ലക്ഷം. 5 ലക്ഷം കുറച്ച് കൊടുക്കും. ലോൺ കാര്യങ്ങൾ 4 MB കൊടുക്കാം. നമുക്ക് 4 MB കൊടുക്കാം. ഇത് 85 ആട്ടോ, 110 അല്ല. 85 ആണ് മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. 110 ആർക്കും വേണ്ടല്ലോ ഇവിടെ. 5 ലക്ഷം വെച്ചാൽ 4,80,000 വണ്ടി തരും. ലോൺ കയറും. ഫുള്ള് കയറുമോ? ലോൺ നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കാം. മാക്സിമം ചേർക്കാം. ഒരു 10-50 റുപ്യ ഇറക്കാം. അതാണ്. ഇൻഷാ നിങ്ങൾ വന്നോളി. വന്ന് തർക്കിച്ചോളി. കുറച്ചു തരും. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.